ഹായ് സ്നേഹമുള്ളവരെ, അപ്പൊ ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് പച്ച ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കിട്ടിയപ്പോൾ ഞാൻ വെള്ളക്കറിയൊക്കെ ഓർത്ത്. അപ്പൊ വെള്ളരിക്കായും മാങ്ങായും മുഴുവൻകോലും എടുത്ത് വെച്ചു. കൂടെ ഒരു മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി 2 ക്യാപ്സിക്കം കൂടെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പൊ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തു. അപ്പം കറിക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ തേങ്ങ ചെരുക്കി വെച്ചു. എല്ലാ കരിഞ്ഞൊക്കെ വെച്ചു. അപ്പൊ കറിയൊക്കെ വെച്ച് ഉച്ചയൂണ് റെഡിയാക്കാനായിട്ട് തയ്യാറായി. അങ്ങനെ അരച്ചെടുത്തു. പിന്നെ ചെമ്മീനും വെള്ളരിക്കായും മാങ്ങയും എല്ലാം കൂടി ഇട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു. ആ സമയം കൊണ്ട് കിട്ടുന്ന സമയം വെജിറ്റബിൾസ് നമുക്ക് വറയിലിടാലോന്ന് ഓർത്തു. അങ്ങനെ ക്യാപ്സിക്കം എടുത്ത് വറ പൊട്ടിച്ച് ചട്ടിയിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊക്കെ ഇളക്കി കൊടുത്ത് അതൊന്ന് എണ്ണയ്ക്കിടന്ന് വരകി വരുന്ന സമയത്തേക്ക് കുറച്ച് മുളക് പൊടി, നമ്മൾ പിരിയൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. മറ്റേത് ഇച്ചിരി എരിവല്ലേ, ഇതിന് ഓൾറെഡി എരിവ് ഉള്ളതാണ്. അത് ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. എണ്ണയിലും പിരിയൻ മുളക് പൊടി ഇടാവുള്ളൂ. എണ്ണയിലും കിടന്ന് ആ മുളക് പൊടിയിലൊക്കെ കിടന്നതാവും ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം ഇതിന് കുറച്ച് വേവ് വേണം. ഓവറായിട്ട് വേവ് വേണ്ട. പെട്ടെന്നൊന്ന് ആവി അടിച്ച് കഴിഞ്ഞാലായിട്ട് ക്യാപ്സിക്കം പെട്ടെന്ന് വെന്തോളും. അപ്പം ആ വെള്ളത്തിൽ കിടന്ന് വേകുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് ഇളകി കൊടുത്തുവാണെങ്കിൽ ആ എണ്ണയും വെള്ളം വറ്റി കഴിയുമ്പോൾ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഫ്രൈ ആവും. ചെമ്മീനും മാങ്ങായും മുരിങ്ങക്കോലൊക്കെ അത്യാവശ്യം തിളച്ച് വേകുന്നുണ്ട്. ക്യാപ്സിക്കം റെഡിയായി വരുന്നുണ്ട്. അപ്പം ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തേങ്ങായും വെളുത്തുള്ളിയും മഞ്ഞളും ചേർത്താണ് അരച്ചത് കേട്ടോ. ആ അരപ്പ് കറിക്കകത്ത് വെജിറ്റബിളും അതുപോലെ തന്നെ ചെമ്മീനും ഒക്കെ വെന്ത് ഒരുവിധം ആയ സമയത്തേക്ക് അരപ്പ് അങ്ങ് ഇട്ട് കൊടുത്തു. ഇട്ടൊന്ന് അത്യാവശ്യം കുറച്ച് കളയൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും കറി നല്ല ടേസ്റ്റ് ആവും. പിന്നെ ഇത്തിരി ടേസ്റ്റ് ആകാൻ വേണ്ടി ഇച്ചിരി ഉള്ളിയും കടുകും വേപ്പിലയും കൂടെ വറ പൊട്ടിച്ച് ഇടുവാണെങ്കിൽ ഒക്കെ ചെമ്മീൻ കറി നല്ല സൂപ്പറായിരിക്കും. ഏത് കറിക്കും വറ പൊട്ടിച്ചിടുമ്പോഴാണല്ലോ ടേസ്റ്റ് വർദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളി ഇച്ചിരി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടുകും ഉള്ളിയും വേപ്പിലയും കൂടെ നന്നായിട്ട് വറയിലിട്ട് അതൊന്നും മൊരിഞ്ഞു വന്ന സമയത്തൊക്കെ ഇട്ട് ചെമ്മിക്കകത്തിട്ട് ഇളക്കി കൊടുത്തു. ചെമ്മീൻ കറിക്കകത്തിട്ടപ്പം അപ്പോൾ കറി ഏകദേശം പാകമാവുന്നുണ്ട്. ക്യാപ്സിക്കായും റെഡിയായി. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും ചെയ്യണേ. ഓക്കേ.